കല്ലാച്ചി വാണിമേൽ റോഡിന് എന്നെങ്കിലും ശാപമോക്ഷമുണ്ടാകുമോ? ഒരിക്കലെങ്കിലും ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആരും ഇങ്ങനെ ചോദിച്ചു പോകും. കുണ്ടും കുഴിയും നിറഞ്ഞതല്ല, കുണ്ടും കുഴിയും മാത്രമുള്ളതാണ് വാണിമേൽ കല്ലാച്ചി റോഡ്. തിമർത്തു പെയ്യുന്ന മഴ കൂടി ആയതോടെ റോഡ് ആകെ കുളമായി മാറി. 6 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏതാണ്ട് 1 മണിക്കൂർ വേണ്ടിവരുന്ന അവസ്ഥ. ഇതിലും വേഗത്തിൽ എത്തണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സ്വന്തം തടിയും വണ്ടിയും വേണ്ടെന്ന് വെക്കണം. റോഡിലൂടെ കുഴിയെണ്ണാൻ തീരുമാനിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ഈ റോഡിനെപ്പറ്റി അറിഞ്ഞു കാണുകയില്ല. എങ്കിൽ പണ്ട് തെങ്ങുകയറ്റക്കാരൻ കണ്ണൻ പറഞ്ഞതുപോലെ എണ്ണം തീർന്നു, കുഴി ഇനിയും ബാക്കി എന്ന് പറയേണ്ട ഗതികേട് വരുമായിരുന്നു. സഫലമീ യാത്ര എന്നത് കവിവാക്യം, ദുരിതമീ യാത്ര എന്നത് വാണിമേൽക്കാരുടെ സ്ഥിരവാക്യം. തട്ടാൻ്റെവിട മമ്മുഹാജി നാടിൻ്റെ ഓർമ്മയായി. വാണിമേലിലെ മത, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു മമ്മുഹാജിയുടേത്. ഗ്രാമപഞ്ചായത്ത് അംഗം, മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, ഭൂമിവാതുക്കൽ നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ്, വാണിമേൽ ക്രസന്റ് ഹൈസ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം എന്നീ വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഭാര്യയോടൊപ്പം പോയ സന്ദർഭത്തിലാണ് പുണ്യഭൂമിയിൽ വെച്ച് മമ്മുഹാജിയുടെ ആകസ്മിക നിര്യാണം സംഭവിച്ചിരിക്കുന്നത്. നാട്ടിലെ വൻമരങ്ങൾ ഒന്നൊന്നായി കൊഴിയുകയാണ്. പുതിയവ തളിർത്തു വരുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളതിന് പഴയ കാമ്പും കാതലുമില്ല എന്നതാണ് നാടിൻ്റെ ദുഃഖം. ബഹുമാനായ തട്ടാൻ്റെവിട മമ്മുഹാജി മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായൊരു നേതാവായിരുന്നു. മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്തിൽ വളരെയേറെ പ്രതിസന്ധികളൊക്കെ നേരിട്ട കാലഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചിട്ടുള്ള
സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം മുസ്ലിം ലീഗ് പാർട്ടിക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വലിയ നഷ്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം 2 പ്രാവശ്യം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിട്ടുണ്ട്. പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ട സമയത്ത് പഞ്ചായത്തിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു മെമ്പറായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് തന്നെ ഒരു പ്രാവശ്യം അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നല്ല മെമ്പർ എന്നുള്ള ഖ്യാതി നേടിയിട്ടുള്ള നേതാവാണ് മമ്മു ഹാജി. പാർട്ടിയുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ക്രസന്റ് ഹൈസ്കൂൾ വാണിമേലിൻ്റെ പുരോഗതിയിൽ വളരെയേറെ പങ്കുവഹിച്ചിട്ടുള്ള ക്രസന്റ് ഹൈസ്കൂളിൻ്റെ ശില്പികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. ഒരിക്കലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂസലില്ലാതെ മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തിക രംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള വിശുദ്ധി അതെല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ദുഃഖിക്കുകയാണ്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീമാൻ മമ്മു ഹാജി ഇന്നലെ മക്കയിൽ വെച്ച് ഉച്ചക്ക് ഏകദേശം 1 മണിയോടുകൂടിയാണ് നിര്യാതനായിട്ടുള്ളത്. അദ്ദേഹം വാണിമേൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കാലത്തെ നിറസാന്നിധ്യമായിരുന്നു ശ്രീമാൻ മമ്മു ഹാജി. അദ്ദേഹം വ്യക്തിപരമായി എന്നെപ്പോലുള്ള നിരവധി പ്രവർത്തകന്മാരുമായി നല്ല അടുപ്പം വെച്ച് പുലർത്തുകയും അതുപോലെ രാഷ്ട്രീയത്തിനതീതമായി നല്ല തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം അദ്ദേഹം ഇവിടെ സംഭാവന നൽകിയിട്ടുണ്ട്. ശ്രീമാൻ മമ്മു ഹാജി ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ഇവിടെ വാണിമേൽ പഞ്ചായത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു വ്യക്തിപരമായ ഒരടുപ്പവും ഒരു സ്നേഹവും എന്നെപ്പോലുള്ള പ്രവർത്തകന്മാരോട് അദ്ദേഹം എല്ലാ കാലത്തും വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോൾ സ്മരിക്കാനുള്ളത്. സൺഡേ മാഗസിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്റ്റാർ വിഷൻ കമ്മ്യൂണിക്കേഷൻസ്, PO കോടിയുറ, വഴി കല്ലാച്ചി, 673515. ഞങ്ങളുടെ ഇമെയിൽ വിലാസം starvisiontv online@gmail.com.